ബോയ്, നാച്ചുറൽ ആണ് നല്ലത്, സ്വാദിഷ്ടമായ ഐസ്ക്രീം. ഈ ഡയലോഗ് മഞ്ജു വാര്യർ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്നാൽ ഇന്ന് മെറി ബോയേ ഇല്ല. എന്ത് പറ്റി കാണും? നമുക്കെന്നാ അതെന്താന്ന് നോക്കാം. മഞ്ജു വാര്യരും ദുൽഖർ സൽമാനും നസ്രിയും ഫഹദുമെല്ലാം ഒന്നിച്ച് അഭിനയിച്ച ബ്രാൻഡായ 5 കസിൻസിന്റെ ബിസിനസ് സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒന്നിൽ പിഴച്ചാൽ 3 എന്നല്ലേ നമ്മൾ കേട്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു മാറ്റമുണ്ട്. ഇവിടെ 1 വിജയിച്ചു, 3 വിജയിച്ചു. ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ പാലും പഴവും ഒക്കെ മിക്സ് ചെയ്ത് ഒരു പ്രീമിയം ഐസ്ക്രീം കൊണ്ടുവരിക എന്നായിരുന്നു ഈ 5 കസിൻസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. 1990 പെരുമ്പാവൂരിലാണ് ഇവർ ഈ ഒരു ചെറിയൊരു ബേക്കറി സ്ഥാപിച്ചത്. അതിനുശേഷം 2003 ഇവർ മെറി ബോയ് എന്ന് പറയുന്ന ഒരു ഐസ്ക്രീം മാർക്കറ്റിൽ എത്തിക്കുകയും ചെയ്തു. അതോടൊപ്പം മഞ്ജു വാര്യർ ഈ ഒരു ഐസ്ക്രീമിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയപ്പോൾ ജനങ്ങൾ അത് ഏറ്റെടുത്തു. 2022 ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് മെറി ബോയ് ഐസ്ക്രീം നിർത്തലാക്കി. പക്ഷെ ഇതിന്റെ ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 തന്നെ അവർ ദുൽഖർ സൽമാനെ ബ്രാൻഡ് അംബാസിഡർ ആക്കിക്കൊണ്ട് മെർഷലീസ് എന്ന് പറയുന്ന ഒരു ഐസ്ക്രീം അങ്ങ് തുടങ്ങി വെച്ചു. ഇതിന് തുടക്കമിട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 കസിൻസിലെ ഒരാളായ ജോസഫ് മെർഷലീസ് എന്ന് പറയുന്ന ആളായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ മെർഷലീസ് ഐസ്ക്രീമിന് ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു. പക്ഷെ ഈ 4 കസിൻസും വെറുതെ ഇരുന്നില്ല. അവര് മെറി ക്രീം എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ ഇത് അധിക കാലമൊന്നും നീണ്ടുപോയില്ല. പഴയ മെറി ബോയ് ഐസ്ക്രീമിന്റെ പേരുമായിട്ട് ഇതിന് സാമ്യമുണ്ടെന്ന് പറഞ്ഞ് കോടതി ഇത് നിർത്തലാക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇതുകൊണ്ടൊന്നും അവർ തളർന്നില്ല. അവര് പഴയ മെറി ക്രീം തന്നെ പേര് മാറ്റിയിട്ട് വീണ്ടും മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വൻ ലാഭത്തിലേക്ക് എത്തിച്ചു. അതങ്ങനെ പ്രീമിയം ഒരു ഐസ്ക്രീം ആയിട്ട് മാറുകയും ചെയ്തു. അതാണ് നമ്മുടെ കെമറി ഐസ്ക്രീം. അതാണ് നമ്മുടെ ഫഹദും നസ്രിയും കൂടെ ഒന്നിച്ച് അഭിനയിച്ച ലവ് ആസ് എ മെനി ഫ്ലേവേഴ്സ് എന്ന് പറയുന്ന അഡ്വർടൈസ്മെന്റ്. ഇതുപോലെ നിങ്ങളും ഏതെങ്കിലും ഒരു ബ്രാൻഡിനെ വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ യൂടോക്ക് ബിസിനസ്സിലേക്ക് അയക്കുക.